ഷിൻചാൻ നമ്മളെല്ലാവരും കാണുന്നത് ഒരു സിമ്പിൾ കോമഡി കാർട്ടൂൺ ആയിട്ടാണ്. അവൻ്റെ കുറുമ്പുകൾ, ഫണ്ണി ഡയലോഗ്സ്, സ്കൂൾ ലൈഫ്, ഫാമിലി മൂമെന്റ്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള അഡ്വഞ്ചേഴ്സ് ഇതൊക്കെ കൊണ്ടാണ് ഈ കാർട്ടൂൺ ജനറേഷനുകളായി ജനങ്ങളുടെ ഫേവറേറ്റ് ആയത്. പക്ഷേ ഇൻ്റർനെറ്റിൽ വർഷങ്ങളായി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് തിയറി ഉണ്ട്. ഈ തിയറി സത്യമാണെങ്കിൽ ഷിൻചാനിനെ നിങ്ങൾ ഇനി പിന്നെ ഒരിക്കലും അതേപോലെ കാണില്ല. ഈ തിയറി പ്രകാരം ഷിൻചാനിൻ്റെ ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നോർമൽ കാർട്ടൂൺ വേൾഡ് അല്ല. അതിൻ്റെ പിന്നിൽ വളരെ ഇമോഷണലും ഡിസ്റ്റർബിങ്ങുമായ ഒരു രഹസ്യമുണ്ട്. തിയറി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ഷിൻചാനും ഹിമവാരിയും പുറത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ഹിമവാരി റോഡിലേക്ക് ഓടുന്നു. ഒരു വെഹിക്കിൾ സ്പീഡിൽ വന്നത് കണ്ടപ്പോൾ ഷിൻചാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. പക്ഷെ ആ നിമിഷം തന്നെ ഒരു വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡന്റിൽ ഷിൻചാൻ മരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷിൻചാൻ ഇന്നും 5 വയസ്സായിട്ടേ ഉള്ളൂ. കസാമ ഇന്നും അതേ ക്ലാസ്സിലാണ്. നേനോ, മസാവോ, ബോച്ചാൻ എല്ലാവരും അതേ ഏജിലാണ്. ടീച്ചേഴ്സ് മാറുന്നില്ല, വീടുകൾ മാറുന്നില്ല, ലൈഫ് മൂവ് ചെയ്യുന്നില്ല. സമയം തന്നെ അവിടെ നിന്നു പോയ പോലെയാണ് എല്ലാം കാണുന്നത്. റിയാലിറ്റിയിൽ ഇത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഒരു മെമ്മറി വേൾഡിൽ ഇത് പോസിബിൾ ആണ്. കാരണം മെമ്മറീസ് വളരാറില്ല. ഈ തിയറി പ്രകാരം ഷിൻചാൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി റിയൽ ക്യാരക്ടേഴ്സ് അല്ല. കസാമ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസിപ്ലിൻ ആണ്. നേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇമോഷൻസും ആങ്കറുമാണ്. മസാവോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫിയർ ആണ്. അവസാനമായി ബോച്ചാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോൺലിനെസ് ആണ്. അതായത് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഷിൻചാനിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻറ്റ് പീസസ് ആണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഒരിക്കലും പെർമനൻ്റായി പിരിയാത്തത്. പക്ഷേ ഈ തിയറിയിൽ ഏറ്റവും ഇമോഷണൽ ക്യാരക്ടർ ഹിമവാരിയാണ്. ഹിമവാരി ഈ വേൾഡിൽ ഇന്നസെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഷിൻചാൻ രക്ഷിക്കാൻ ശ്രമിച്ച കുട്ടി. അതുകൊണ്ടാണ് അവൾ എപ്പോഴും ഹാപ്പിയായി കാണപ്പെടുന്നത്. അവൾക്ക് ഈ വേൾഡിൽ നടക്കുന്ന സ്ട്രേഞ്ച് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ഹാപ്പി ലൈഫ് ജീവിക്കുന്ന ഒരു കുട്ടികളും അവൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കാർട്ടൂണായിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡാർക്ക് സൈഡ് അവിടെയും വ്യക്തമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാനില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററീസ് സൈനിങ് ഔട്ട്.